friends, welcome back to my channel. This is Sarthi Gopalkrishnan. So, ഇന്നത്തെ ടോപ്പിക് ഈസ് ഓൾ അബൌട്ട് ടാക്സ് അപ്ഡേറ്റ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു മെയിൽ റിസീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് 24% ഓഫ് ടാക്സ് റേറ്റ് ഇസ് ബീൻ അപ്ലൈഡ് ടു യുവർ ടോട്ടൽ ഏർണിങ്സ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം എന്നാണ് മെയിലിൽ പറയുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവമെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിപ്പോൾ ഒരു മലയാളം വീഡിയോ തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ മലയാളം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിലുമുള്ള മലയാളീസ് അത് കാണുന്നുണ്ടാവും. അതായത് US നിന്ന് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് നമുക്ക് വ്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വ്യൂസിൽ, അതായത് ഈ അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ വഴിയുള്ള വ്യൂസിൽ നിന്നുമാണല്ലോ നമുക്ക് ഏർണിങ്സ് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി US അവരുടേതായ ഒരു ടാക്സ് ഉണ്ട്, അവരത് എടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഇപ്പം നമ്മുടെ വീഡിയോസിന് US നിന്നുമുള്ള വ്യൂസ് ഉണ്ടെങ്കിൽ നോർമലി 15% ആണ് അവർ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ടാക്സ് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ടാക്സ് ഇൻഫർമേഷൻ ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, US നിന്നും വ്യൂസ് വരുന്നുണ്ടെങ്കിൽ അവർ 24% ഓഫ് നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് കട്ട് ചെയ്യും. അതായത് നമ്മുടെ ടോട്ടൽ ഏർണിങ്സിൽ നിന്നും 24% അവർ കട്ട് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ടാക്സ് എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ US നിന്നും വരുന്ന വ്യൂസിൽ നിന്ന് മാത്രം അവരൊരു നിശ്ചിത എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യും. ഈ നിശ്ചിത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 15% ആണ് അവർ പറയേണ്ടത്. ഓക്കെ, സോ ഇതാണ് സംഭവം. ഇനി ഇത് എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ട് വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ 2 സംഭവങ്ങൾ വേണം. ഒന്ന് നിങ്ങളുടെ പാൻ കാർഡ്, കാരണം പാൻ ഡീറ്റെയിൽസ് ഇതിൽ എൻട്രി ചെയ്യേണ്ടി വരും. രണ്ടാമത്തത്, നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ടിൽ നിങ്ങൾ ഏത് അഡ്രസ്സാണോ കൊടുത്തിട്ടുള്ളത് ആ അഡ്രസ്സ് തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ അഡ്രസ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ആഡ്സൻസിൽ പേയ്മെൻറ്റ് സെക്ഷനിൽ പോവുക. പേയ്മെൻറ്റ് സെക്ഷനിൽ മാനേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സും ഡീറ്റെയിൽസും കാണാൻ പറ്റും. ആ അഡ്രസ്സ് തന്നെ വേണം നിങ്ങൾ ഇത് ചെയ്യുമ്പോഴും കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടാവണം. ഇമ്മീഡിയറ്റ് ആക്ഷൻ നീഡഡ്, a tax rate of 24% is being applied to your total earnings. അപ്പോൾ ഇത് ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ടൈം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ട് നോക്കി ചെയ്യാം. സോ എല്ലാ പ്രൊസീജിയറും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്ട്ലി സബ്മിറ്റ് ടാക്സ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മൊണറ്റൈസ് ചെയ്തിട്ടുള്ള ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് അത് റീഡയറക്റ്റ് ആവും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡയറക്റ്റ് അക്കൗണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ആഡ്സൻസ് അക്കൗണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാനേജ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ആഡ്സൻസിൽ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇതിൽ പേയ്മെന്റ് സെക്ഷനിൽ പോകുമ്പോഴത്തേക്കും ഈ പേജ് ഡിസ്പ്ലേ ആവും. ഓക്കെ, സോ മാനേജ് ടാക്സ് ഇൻഫോ. സോ അവർ പറയുന്നുണ്ട്, ടു ഗെറ്റ് പേ ഔട്ട്സ് ഫ്രം ഗൂഗിൾ മേക്ക് ഷുവർ ടു പ്രൊവൈഡ് യുവർ ടാക്സ് ഇൻഫർമേഷൻ. സോ ആഡ് ടാക്സ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ID കൺഫേം ചെയ്യാൻ പറയും. നിങ്ങളുടെ ID പാസ്വേഡ് കൊടുക്കുക. നെക്സ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്നുള്ളതാണ്. ഒന്നുകിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ട്. അപ്പൊ ബിസിനസ് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ഇൻഡിവിജ്വൽ ആണ്. ഓൾമോസ്റ്റ് മെജോറിറ്റി യൂട്യൂബേഴ്സും ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഇൻഡിവിജ്വൽ അക്കൗണ്ട് കൊടുക്കുക. നെക്സ്റ്റ്. ആർ യു എ സിറ്റിസൺ ഓർ റെസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാൻ US റെസിഡന്റ് അല്ല, സോ നോ. ക്ലിക്ക് നെക്സ്റ്റ്. ഇനി അവര് 2 ഫോം ചോദിക്കുന്നുണ്ട്. ഈ 2 ഫോമിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ഫോം ആണ് കൂടുതലും, അതായത് യൂസ്ഡ് ബൈ നോൺ US ഇൻഡിവിജ്വൽസ്. രണ്ടാമത്തത് ബിസിനസ് എൻറ്റിറ്റിയും ഓർ ഇൻഡിവിജ്വലും ആവാം. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. W8BEN. ഓക്കെ, എന്നിട്ട് അവരൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഈ ഫോം സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക.
സോ ഇവിടെ നമ്മൾ ഓൾറെഡി ആഡ്സൻസിന് കൊടുത്തിട്ടുള്ള നെയിം ഓഫ് ദി ഇൻഡിവിജ്വൽ അവർ ഓട്ടോമാറ്റിക്കലി തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ മാറ്റങ്ങൾ ഒന്നും വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്, ഇത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കൺട്രി ഓർ റീജിയൻ സെലക്ട് ചെയ്യുക, ഇന്ത്യ സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഫോറിൻ TIN-ഉം പിന്നെ ഒന്ന് USTIN-ഉം. അപ്പൊ ഫോറിൻ TIN-ലാണ് നമ്മൾ നമ്മുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കേണ്ടത്. സോ പാൻ കാർഡ് നമ്പർ കൊടുക്കുക. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. സോ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും, പെർമനന്റ് അഡ്രസ് സെയിം ആണോ എന്നുള്ളത്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കൺട്രി ഓഫ് റെസിഡന്റ് ഇന്ത്യ കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളും കൊടുത്തിട്ടുള്ള, അതായത് ആഡ്സൻസിന് ഓൾറെഡി കൊടുത്തിട്ടുള്ള അഡ്രസ്സ് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, പോയി കഴിഞ്ഞാൽ പേയ്മെന്റ്സ് മാനേജ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് കാണാൻ പറ്റും. അതായത് ആഡ്സൻസിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സ്, ആ സെയിം അഡ്രസ്സ് തന്നെ ഇവിടെ കൊടുക്കുക. ഓക്കെ, സോ ഞാൻ ഇവിടെ ചെക്ക് ബോക്സ് കൊടുത്തു. കൺട്രി ഓൾറെഡി ഇന്ത്യ സെറ്റ് ചെയ്യുക, സ്ട്രീറ്റ് അഡ്രസ്സ് കൊടുക്കുക, സിറ്റി, പിൻകോഡ്, സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ ആഡ്സൻസിന് കൊടുത്ത അതേ അഡ്രസ്സ് തന്നെ ആയിരിക്കണം. പിന്നെ മെയിലിംഗ് അഡ്രസ്സ് സെയിം ആസ് പെർമനന്റ് റെസിഡൻസ് അഡ്രസ്, അത് ചെക്ക് ചെയ്ത് കൊടുക്കുക. സോ അത് കഴിഞ്ഞു. സോ അടുത്ത ക്വസ്റ്റ്യൻ ടാക്സ് ട്രീറ്റി ആണ്. അപ്പൊ ആർ യു ക്ലെയിമിംഗ് എ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് അണ്ടർ എ ടാക്സ് ട്രീറ്റി? സോ ഇവിടെ നോ ആണെങ്കിൽ US tax law may impose a 30% tax on payments. Yes ആണെങ്കിൽ resident of the country or region claiming treaty with the US. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് yes ആണ്. എന്നിട്ട് ഈ ചെക്ക് ബോക്സ് resident of the country or region claiming treaty with the US അത് ചെക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് country ഇന്ത്യ കൊടുക്കുക. പിന്നെ സ്പെഷ്യൽ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ്, അതില് ആദ്യം ടിക്ക് ചെയ്ത് കൊടുക്കുക സർവീസസ് സച്ച് ആസ് ആഡ്സെൻസ്. സോ ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്ഷൻ നമുക്ക് വരും, ആർട്ടിക്കിൾ 7 ആൻഡ് പാരഗ്രാഫ് 1. അതിന്റെ വിത്ത് ഹോൾഡിംഗ് റേറ്റ് നമ്മൾ 0% ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് 0% റെഡ്യൂസ്ഡ് ട്രീറ്റി റേറ്റ്. അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സെക്കൻഡ് വൺ മോഷൻ പിക്ചർ ആൻഡ് TV റോയാലിറ്റീസ്, അത് ഓപ്ഷൻ കൊടുക്കുക. അവിടെ നമ്മൾ വീണ്ടും അടുത്ത സെലക്ഷൻ ഉണ്ട്, ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ്. അതിന് ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വിത്ത് ഹോൾഡിംഗ് റേറ്റ്, വിത്ത് ഹോൾഡിംഗ് റേറ്റ് നമ്മൾ കൊടുക്കേണ്ടത് 15% ആണ്, അതായത് റെഡ്യൂസ്ഡ് ട്രീറ്റി റേറ്റ്. വീണ്ടും ഈ രണ്ട് ചെക്ക് ബോക്സ് കൊടുക്കുക. ആസ് എ ടാക്സ് റെസിഡന്റ് ഓഫ് ദി കൺട്രി ഓർ റീജിയൻ ഐഡന്റിഫൈഡ്, ഈ ഒരു ഇത് ചെക്ക് ബോക്സ് കൊടുക്കുക. പിന്നെ അതുപോലെ അതർ കോപ്പിറൈറ്റ് റോയാലിറ്റീസ്, അവിടെയും ചെക്ക് ബോക്സ് കൊടുക്കുക. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ്. ആർട്ടിക്കിൾ 12 പാരഗ്രാഫ് 2A സെലക്ട് ചെയ്യുക. വിത്ത് ഹോൾഡിംഗ് റേറ്റ് 15% റെഡ്യൂസ്ഡ് ട്രീറ്റി റേറ്റ്, അത് കൊടുക്കുക. പിന്നെ ആസ് എ ടാക്സ് റെസിഡന്റ് ഓഫ് ദി കൺട്രി, ഇതും ചെക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ്. സോ ഇത് നമ്മുടെ ഒരു പ്രിവ്യൂ ഫോം ആണ്, നമ്മൾ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, so ഇവിടെ I confirm that I have reviewed the generated tax documents to the best of my knowledge and believe that they are true and correct, അത് കൊടുക്കുക, കൺഫേം ചെയ്യുക. നെക്സ്റ്റ്, അടുത്ത പോർഷൻ is certification. അപ്പൊ അവിടെ നമ്മുടെ ഫുൾ ലീഗൽ നെയിം കൊടുക്കുക. Are you the person listed in the signature selection section? Yes, I am the person listed. അത് നെക്സ്റ്റ് കൊടുക്കുക. Activities and services performed in US. Has the individual or entity identified
performed any activities and services for Google within US? No. I certify that the services provided to Google or its affiliate is solely ഇത് ചെക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റാറ്റസ് ചേഞ്ച് അഫിഡവിറ്റി, ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പുതിയ അക്കൗണ്ട് ആണ് പേയ്മെന്റ് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. ഓൾറെഡി ഈ അക്കൗണ്ട് വഴി പ്രീവിയസ്ലി പേയ്മെന്റ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, സോ ഇതിൽ ഏതാണ് നിങ്ങളുടെ കൺവീനിയന്റ് എന്ന് വെച്ചാൽ അത്. ഓൾറെഡി പേയ്മെന്റ് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂവ് വിത്ത് ദി ഫസ്റ്റ് ഓപ്ഷൻ ഓർ എൽസ് മൂവ് വിത്ത് ദി സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ അത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ ഇപ്പൊ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആയിട്ട്, അത് നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസിൽ കയറുമ്പോഴത്തേക്കും ഇതിൽ ടാക്സ് ഇൻഫർമേഷനിൽ, അത് പേയ്മെന്റ്സിൽ, സെറ്റിംഗ്സിൽ മാനേജ് ടാക്സ് ഇൻഫോ കൊടുക്കുമ്പോഴത്തേക്കും അത് സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ക്ലെയിംഡ് ഓപ്ഷൻസ് ആണ് കിടക്കുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സംഭവം.